അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ വീട്ടിൽ ഇപ്പൊ ഇല്ലാത്തവർക്കും പെട്ടെന്ന് കയറി വന്നവൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിഭ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നതിൽ പോലും എനിക്ക് സംശയമുണ്ട്. അവളെ അനുപമ ഇങ്ങോട്ട് ഇളക്കി വിട്ടതാ. അല്ല, അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ആ മനുഷ്യൻ ഇവിടെ ഇറങ്ങിപ്പോയതില് പ്രതിഭയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നാണോ? എടാ, അവക്ക് പങ്കുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അനുപമ അവളെ ഇങ്ങോട്ട് അയച്ചതേ എന്തോ ഉദ്ദേശത്തോടു കൂടെയാ, അതുറപ്പാ. ഇന്നലെ പ്രതിഭ ഇവിടെ വരികയും എങ്ങനെയെങ്കിലും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യന് ഇന്നിവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തതില് എനിക്ക് ചില സംശയമുണ്ട്. എന്തായാലും നീ നിന്റെ ഭാര്യ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ നിന്റെ ഏട്ടനെ പോലെ നീയും ഭാര്യദാസനായി ജീവിക്കേണ്ടി വരും, കേട്ടോ? ഏട്ടാ, നമ്മുടെ അമ്മ എങ്ങോട്ടേക്കാ ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത്? അമ്മയുടെ സ്വഭാവം ഇതൊക്കെ തന്നെയല്ലേ സത്യ? കാടടച്ച് വെടിവെക്കാം. പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് വേറൊരു സംശയം തോന്നാ. എന്താ ഏട്ടാ? ആ മനുഷ്യനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തായിരിക്കൂ. 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നടത്തിയ പ്ലാനിങ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടന്നുകൂടാ? ആന്റി, അയാള് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ആ മനുഷ്യൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഏക വ്യക്തി ആന്റിയാ. അപ്പോ അയാളുടെ മിസ്സിങ്ങിന് പിന്നിലും ആന്റി ആയിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ആന്റിയുടെ മക്കൾ പോലും സംശയിക്കും. ഏയ്, എന്റെ മക്കളാരും അങ്ങനെ സംശയിക്കില്ല വർഷേ. കാരണം അയാളെ പറഞ്ഞുവിടുന്ന കാര്യം ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ അയാൾ മുങ്ങിയത്. എന്തായാലും തൽക്കാലം ഈ വിവരം ആരെ അറിയിക്കാതിരിക്കുന്നേ നല്ലത്. ആ അനുപമ അറിഞ്ഞ ഉറപ്പായിട്ടും അവള് പോലീസിൽ പരാതി കൊടുക്കും. അയാൾ ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ വിവരം കൂടി വെച്ചായിരിക്കും അവള് പരാതി കൊടുക്കുന്നത്. അയ്യോ, പിന്നത്തെ പോലീസ് എൻക്വയറി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, അവള് പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പോലീസിന് പരാതി കൊടുത്താലോ? എന്റെ മക്കൾ ഇവിടെ അങ്ങനെ ഒരു ആലോചന നടത്തുന്നുണ്ട്. ഏയ്, അതൊന്നും വേണ്ട ആന്റി. പോലീസിനെ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പോലീസ് വന്ന് പലതും ചികഞ്ഞെടുക്കും. അയാളുടെ ബാഗ് മോഷ്ടിച്ച കള്ളന്മാരെങ്ങാനും പിടിയിലായ ആന്റിയും ഞാനും അകത്ത് പോവേണ്ടി വരും. ഞാനിപ്പോ എന്ത് വേണമെന്ന് നീ പറയുന്നേ? പോലീസിൽ പരാതി കൊടുക്കുന്നതിൽ നിന്നും ആന്റി മക്കളെ പിന്തിരിപ്പിക്കണം. ആണോ? അതിന് പറ്റിയില്ലെങ്കിൽ ആന്റി നേരെ ഇങ്ങോട്ട് വാ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരെ സംസാരിക്കാം. ശരി ഹർഷേ, ഞാനേ അവരുടെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ. പിന്നെ അയാൾ ഇവിടുന്ന് പോയതിന്റെ പിന്നിലേ അനുപമയുടെ വല്ല ബുദ്ധിയും കാണൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ആന്റിയെ കൊടുക്കാനുള്ള ബുദ്ധിയായിരിക്കണം. ആന്റി കൂടുതൽ ആലോചിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്. പിന്നീട് എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ശരി ഹർഷേ, നീ വെച്ചോ. അതെടുത്തിട്. അവിടെ ഇട്, ആ റെഡിന്റെ അവിടെ.
ഇത്തവണ നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ ഓണാഘോഷിക്കാൻ പറ്റുമോ അനുമോളെ? അതോ മാഷ് പഞ്ചരത്നത്തിലേക്ക് പോവോ? ഒന്നും അറിയില്ല ഭാനുമ്മേ. അച്ഛന് വയ്യാത്തല്ലേ. മിക്കവാറും നമ്മള് ഇവിടെ തന്നെ ആയിരിക്കും ഇത്തവണത്തെ ഓണം. ഓണത്തിന് നഴ്സറി ഉണ്ടാവോ അമ്മേ? 2 ദിവസം കൂടി കഴിഞ്ഞ വെക്കേഷൻ അല്ലേ, പിന്നെ 10 ദിവസം അവധിയാ. അപ്പൊ ലച്ചോട്ടി വരോ? വരാൻ പറയാം. മോൻ വല്യച്ഛനോട് പറഞ്ഞാ മതി ലച്ചുട്ടി എവിടെ കൊണ്ടാക്കാൻ. എന്തായാലും ആർച്ചമോൾക്കും ഭദ്രമോൾക്കും ഒരു കൂട്ടായി. 4 മക്കളും കൂടി ഇവിടെ ഓടിക്കളിക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. ദൈവമേ, നീ എനിക്ക് കൂടി തന്ന ഭാഗ്യമായത്. അയ്യോ, ആർച്ചമോളും ഭദ്രമോളും എഴുന്നേക്കാറായി കാണും. ഞാൻ അവർക്കേ പാലെടുത്തു കൊടുക്കട്ടെ. ചേട്ടാ, അയ്യോ, ധനനാണല്ലോ അത്. ചേട്ടാ, കയറി വാ.